നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ऐसे ही केरला में कोल्लम बाईपास रोड प्रोजेक्ट का भी उदाहरण है. ये 1972 से अटका था. सोचिए, 50 साल. एलडीएफ हो या यूडीएफ, किसी सरकार ने 50 साल तक इस पर कोई काम नहीं कराया. हमने सरकार बनने के 5 साल के अंदर इसका काम पूरा कर दिया. 1972 വിഭാവനം ചെയ്യപ്പെട്ട കൊല്ലം ബൈപ്പാസ് പദ്ധതി. അദ്ദേഹം ആ പദ്ധതിയെ പറ്റിയാണ് വീഡിയോയിൽ പറയുന്നത്. പദ്ധതി 50 വർഷത്തോളമാണ് ഇഴഞ്ഞു നീങ്ങിയത്. ആ സമയം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിരുന്നില്ല. ഇപ്പോഴും അദ്ദേഹം അധികാരത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കിടന്നേനെ. അദ്ദേഹം അധികാരത്തിൽ എത്തിയതുകൊണ്ട് 5 വർഷം കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അത് യാഥാർത്ഥ്യമാക്കി. ഇവിടെ അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് മോദി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പുള്ള സർക്കാരിന്റെ അലംഭാവത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും കുറ്റം പറയുകയായിരുന്നു അദ്ദേഹം. എങ്ങനെ പറയാതിരിക്കും? 50 കൊല്ലം വേണോ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ? എങ്കിൽ പിന്നെ വെറും 5 കൊല്ലം കൊണ്ട് ഈ പദ്ധതി എങ്ങനെ മോദി സർക്കാർ പ്രാവർത്തികമാക്കി? കൊല്ലം നഗരത്തിനുള്ളിലെ തിരക്ക് കുറയ്ക്കാനായി 1971 TK ദിവാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്താണ് കൊല്ലം ബൈപ്പാസ് എന്ന ആശയം നിലവിൽ വന്നത്. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരും ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 1973 ആരാണ് ഇന്ത്യ ഭരിച്ചത്? ഇന്ദിരാഗാന്ധി. ഉരുക്ക് വനിത എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധി. ഇതുപോട്ടെ, അതിനുശേഷം ഒരുപാട് പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ട്. അത് എല്ലാവരും തന്നെ കോൺഗ്രസിൽ നിന്നായിരുന്നിട്ടുമുണ്ട്. എന്നിട്ട് പോലും ഈ പദ്ധതി പ്രാവർത്തികമാക്കാനോ പദ്ധതിക്ക് ജീവൻ നൽകാനോ ആരും ശ്രമിച്ചിരുന്നില്ല. എന്നാൽ തങ്ങളുടെ നാട്ടിൽ വികസനം കൊണ്ടുവരണമെന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസുകാരോ വിചാരിച്ചതുമില്ല. അതിന് മോദി സർക്കാർ തന്നെ വേണ്ടി വന്നു. എന്തായാലും 50 കൊല്ലം കൊണ്ട് കോൺഗ്രസുകാർ ചെയ്യാൻ കഴിയാത്ത ഒരു വികസന പദ്ധതി 5 കൊല്ലം കൊണ്ട് മോദി സർക്കാർ ചെയ്തു കാണിച്ചു. ഇതാണ് കോൺഗ്രസ് സർക്കാരും മോദി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. മോദി പ്രഖ്യാപിക്കുക മാത്രമല്ല, പ്രഖ്യാപിച്ച കാര്യങ്ങളും പദ്ധതികളും ചെയ്യുകയും കൂടെ ചെയ്യും. അത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രവർത്തന മികവിന്റെ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് BJP നിലകൊള്ളുന്നത് എന്നതിന് കേരളത്തെ ഓർമ്മിപ്പിക്കും ഈ വീഡിയോ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.